Hi, all of you. Welcome to the new video session. Today, we are going to discuss the topic Fajan's rule. Okay. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫജാൻസ് റൂളിനെ പറ്റിയാണ്. അപ്പോൾ ഫജാൻസ് റൂളിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഉണ്ട് പോളറൈസേഷൻ ഓഫ് ആനയോൺസ്, അതുപോലെ തന്നെ പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ, പോളറൈസബിലിറ്റി ഓഫ് ആനയോൺ എക്സെട്ര. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ആക്ച്വലി ഈ ഫജാൻസ് റൂൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫജാൻസ് റൂൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, എന്താണ് പോളറൈസേഷൻ ഓഫ് ആനയോൺസ്? The phenomenon in which cation causes the deformation of anion is called polarization of anions. Okay, the phenomenon in which cation causes the deformation of anions, the deformation of electron cloud of anion is called polarization of anions. അപ്പോൾ എന്താണ് ഈ പോളറൈസേഷൻ ഓഫ് ആനിയോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐസൊലേറ്റഡ് ആനിയോൺ അല്ലെങ്കിൽ ഫ്രീ ആനിയോൺസിന്റെ സർഫസിൽ ഇലക്ട്രോൺസ് ക്ലൗഡ് സ്ഫെറിക്കൽ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഒരു സ്ഫെറിക്കൽ സിമെട്രിക്കൽ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു കാറ്റയോൺസിന്റെ പ്രസൻസിൽ ഒരു കാറ്റയോൺസിന് അതിൻ്റെ ആ ഒരു ആനിയോൺസിന്റെ ഒരു നിയർ ബൈ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത്, ഈ കാറ്റയോൺ ആനിയോണിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ ആനിയോൺസിൻ്റെ ഈ ഇലക്ട്രോൺസ് ക്ലൗഡിനെ ഈ കാറ്റയോൺ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിന് ഒരു എലോങ്ങേഷൻ സംഭവിക്കും. കാറ്റയോൺസിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺസ് ക്ലൗഡ് ഒന്ന് മൂവ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ സ്ഫെറിക്കൽ നേച്ചർ ഡിഫോർമേഷൻ സംഭവിക്കും. അതിനെയാണ് നമ്മൾ പോളറൈസേഷൻ ഓഫ് ആനിയോൺസ്. അപ്പോൾ ഇത്തരം ഇങ്ങനെ പോളറൈസ് ചെയ്യാനുള്ള കാറ്റയോൺസിന്റെ കപ്പാസിറ്റിക്കാണ് പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഡിഫോർമേറ്റ് ചെയ്യുന്ന ആ ആനിയോൺസിനെയാണ് നമ്മൾ പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ പോളറൈസേഷൻ നടക്കാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാറ്റയോൺസിന്റെ സ്മോൾ സൈസ് ഹയർ ചാർജ് ഒക്കെ വരികയാണെങ്കിൽ ഈ പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ആനിയോൺസിന് ബിഗർ സൈസ് അതുപോലെ തന്നെ ഹയർ ചാർജ് ഒക്കെ വരികയാണെങ്കിൽ ഈ പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദോ ദർ ഈസ് എ സിമിലർ എഫക്ട്. The ability of cation to distort the electron cloud of nearby anion is called polarizing power. Okay, the polarizing power of cations depend on its size, charge and electronic configuration. In fact, the small size, high charge and the absence of noble gas configuration favor the increase the polarizing power of cations. അപ്പോൾ ഈ കാറ്റയോൺസിന്റെ പോളറൈസിംഗ് പവർ ഇൻക്രീസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് സ്മോൾ സൈസ്, ഹൈ ചാർജ്, ദ ആബ്സെൻസ് ഓഫ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഓക്കെ, അതുപോലെ തന്നെ the susceptibility of anions to undergo distortion by nearby cation is called polarizability. ആ ഇലക്ട്രോൺ ക്ലൗഡ് ഇലോങ്ങേറ്റ് ചെയ്യുന്ന ആ ഒരു ആനിയോണിനെയാണ് നമ്മൾ പോളറൈസബിലിറ്റി, ആനിയോൺസിന്റെ ആ ഒരു ടെൻഡൻസിക്കാണ് നമ്മൾ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പോളറൈസബിലിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഫാക്ടറാണ് ലാർജ് സൈസ്, ഹൈ ചാർജ് favoring increase the polarizability of anions. Okay, a greater polarizing power of the cation and greater polarizability of anion will obviously increase the covalent character in a bond. Okay, the effect of these factors are summarized by Fajan's rules. Okay, the effect of these factors summarized by Fajan's rule. Okay, next we are going to discuss the Fajan's rules. Okay, Fajans in 1921 proposed a series of generalizations relating to the factors which influence the polarization of anion in ionic compounds and the consequent development of covalent character. These are known as Fajan's rule. Okay, what is Fajan's rule? Fajans in 1921 proposed a series of generalizations relating to the factors which influence the polarization of anions in ionic compounds and the consequent development of covalent character. These are known as Fajan's rule. ഇപ്പോൾ 1921 ഫജാൻസ് കൊണ്ടുവന്ന ഒരു സീരീസ് ഓഫ് റൂൾ ആണ് ആക്ച്വലി ഫജാൻസ് റൂൾ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പോളറൈസേഷൻ ഓഫ് ആനിയോണിനെ പോളറൈസ് ചെയ്യിക്കുന്ന ഫാക്ടേഴ്സ്, അങ്ങനെ ആനിയോൺസിനെ പോളറൈസ് ചെയ്യിക്കുന്നത് വഴി ഈ ആണിക് കോമ്പൗണ്ട്സ് കോവലന്റ് കോമ്പൗണ്ടിലേക്ക് അതിലുള്ള മാറ്റം, അയണിക് കോമ്പൗണ്ട്സ് കോവലന്റ് കോമ്പൗണ്ടിലേക്ക് വരുന്ന മാറ്റമാണ് ആക്ച്വലി ഫജാൻസ് റൂൾ പറയുന്നത്. അപ്പോൾ കുറേ റൂളാണ് ആക്ച്വലി ഫജാൻസ് റൂൾ. ഇപ്പോൾ റൂൾ നമ്പർ 1 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ദ റൂൾ നമ്പർ 1? Okay, rule number 1 states the smaller the cation of ionic compounds, the smaller the cation of ionic compounds, greater will be its polarizing power. I mean, a smaller cation favors greater anion polarization and thereby increase in covalent character in the bond. Okay, അപ്പോൾ ഫസ്റ്റ്
റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മാളർ സൈസുള്ള കാറ്റോൺസിന് പോളറൈസിംഗ് പവർ ഹയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. Okay, the smaller the cation of ionic compounds, the greater will be its polarizing power. A smaller cation favors greater anion polarization and thereby an increased covalent character in the bond. ഒരു അയണിക് കോമ്പൗണ്ട്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അയണിക് കോമ്പൗണ്ട്സിന് സ്മാളർ കാറ്റയോൺ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്മാളർ കാറ്റയോണിന് പോളറൈസിംഗ് പവർ കൂടും. പോളറൈസിംഗ് പവർ കൂടുന്നതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോമ്പൗണ്ട്സിൻ്റെ കോവലൻ ആ ഒരു മോളിക്യൂൾസിലെ ബോണ്ടിൻ്റെ കോവലൻ ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. Okay, what the explanation of the rule number 1? In small cation, the positive charge is concentrated over a small area. The higher charge density make it very capable of distorting an anion. Okay, in smaller cation, the positive charge is concentrated over a small area. The high charge density make it very capable of distorting an anion. For example, the size of alkali metal ion increase from lithium to cesium. Size of alkali metal ions increases from lithium to cesium. That means lithium is a small size alkali metal atom and cesium is bigger sized. Hence, the polarizing power decreases from lithium plus to cesium plus. Thus, we consider the alkali metal halides. The ionic character increases from lithium halides to cesium halides. Consider the alkali halides. Then the order of size of alkali ion is lithium smaller than sodium, smaller than potassium, smaller than rubidium plus and smaller than cesium plus. And the order of polarizing power, lithium greater than sodium, greater than potassium, greater than rubidium, greater than cesium. That means lithium is higher polarizing power due to its smaller size and cesium is smaller polarizing power due to its bigger cationic size. Then the order of ionic compounds of lithium halides, LiCl smaller than NaCl, smaller than KCl, smaller than RbCl and CsCl. That means the ionic character increases from lithium to cesium and the covalent character increases from cesium to lithium. That means lithium chloride higher covalent nature and cesium chloride higher ionic in nature. Okay. Then rule number 2. Larger the anion. ആദ്യം പറഞ്ഞ നമ്മൾ കാറ്റോൺസിന്റെ സൈസ് ആയിരുന്നു. ഇനി ആനയോൺസിന്റെ സൈസ് കൺസിഡർ ചെയ്യുന്നതാണ് റൂൾ നമ്പർ 2 വരുന്നത്. Okay, larger the anion, higher its polarizability. Okay, larger the anion, higher its polarizability. A large anions favors an increase in covalent character in the bond. അപ്പോൾ ആനയോൺസിന്റെ സൈസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പോളറൈസബിലിറ്റി കൂടും. സ്വാഭാവികമായിട്ട് ആ ഒരു ആനയോൺ വരുന്ന കോമ്പൗണ്ട്സിന്റെ കോവലന്റ് നേച്ചറും കൂടും, അല്ലെങ്കിൽ ആ ഒരു മോളിക്യൂൾ വരുന്ന ബോണ്ടിന്റെ കോവലന്റ് നേച്ചറും കൂടും. Explanation: in large anions, the outer electrons are shielded more effectively by inner electrons from the influence of its nucleus. Hence, its electron cloud is liable to deformed easily by approaching cations. Reason പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗർ സൈസുള്ള ആനിയോൺസിന്റെ ഔട്ടർ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കുറയാൻ സാധ്യതയുണ്ട് ഡ്യൂ ടു ദ ഷീൽഡിംഗ് എഫക്ട് ഓഫ് ഇന്നർ ഇലക്ട്രോൺ. അങ്ങനെ ഇന്നർ ഇലക്ട്രോൺ ഷീൽഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഔട്ടർ ഇലക്ട്രോൺസ് പെട്ടെന്ന് കാറ്റോൺസിന്റെ അടുത്തേക്ക് ഡിഫോമേറ്റ് ചെയ്യും. അങ്ങനെ ഡിഫോമേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പോളറൈസബിലിറ്റി കൂടും. സ്വാഭാവികമായിട്ട് അത്തരം മോളിക്യൂൾസിന് കോവലന്റ് നേച്ചർ ആയിരിക്കും കൂടുതൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ I- ഈസ് ലാർജർ ദാൻ ദ അതർ ഹാലൈഡ് അയോൺ വൈൽ F- ഈസ് സ്മോളർ എമംഗ് ദം. ഓക്കെ, ഹാലൈഡ് അയോൺ കൺസിഡർ ചെയ്യുന്ന സമയത്ത് I- ആയിരിക്കും ബിഗർ സൈസ് ദാൻ ദ F-. ഓക്കെ, F- ഈസ് എ സ്മോളർ ഹാലൈഡ് അയോൺ. Hence, lithium iodide has maximum covalent character among the lithium halides, while lithium fluoride has the least. Okay, order of the size of halide ion is F- smaller than Cl- smaller than Br- and smaller than I-. So, this series can understand that F- is a smaller halide than I-. Then the order of polarizability, F- smaller than Cl-, smaller than Br- and I-. Okay, then polarizability F- small size ആയതുകൊണ്ട് തന്നെ polarizability വളരെ കുറവായിരിക്കും. I- എന്ന് പറയുമ്പോൾ bigger size ആയതുകൊണ്ട് തന്നെ polarizability higher ആയിരിക്കും. Okay, then the order of ionic character, LiF greater than, LiCl greater than, LiBr greater than, Li. That is the rule number 2. Then rule number 3. എന്താ പറയുന്നത്? The greater the charge on the cation or an anion, greater is the polarization produced, and thereby greater is the covalent character of the bond.
Okay, മൂന്നാമത്തെ റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ഓഫ് ദ ആനയോൺ ആൻഡ് കാറ്റയോൺ. ഓക്കെ, അപ്പോൾ ചാർജ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ പോളറൈസേഷൻ കൂടും, പോളറൈസേഷൻ കൂടിക്കഴിഞ്ഞാൽ കോവലന്റ് നേച്ചറും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദ ഗ്രേറ്റർ ദ ചാർജ് ഓൺ ദ കാറ്റയോൺ ഓർ ആനയോൺ, greater is the polarization produced and thereby the greater is the covalent character of the bond. Then explanation. A high charge on the cation or anion or both will obviously increase the attraction between the cation and the electron cloud of the anions. This will clearly increase the deformation of anions. അപ്പോൾ ചാർജ് കൂടിക്കഴിഞ്ഞാൽ കാറ്റയോൺസിൻ്റെ ചാർജ് കൂടിക്കഴിഞ്ഞാൽ അത് ആനിയോൺസിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ ഗ്രേറ്റർ ആയിട്ട് ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ പോളറൈസേഷൻ കൂടും, പോളറൈസേഷൻ കൂടുന്ന സമയത്ത് ഈ ആനിയോൺസിൻ്റെ ഡിഫോമേഷൻ ഇൻക്രീസ് ചെയ്യും, സ്വാഭാവികമായിട്ട് അതിൻ്റെ കോവലന്റ് നേച്ചറും ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, കൺസിഡർ NaCl, MgCl2 and AlCl3. In both in all molecules contain same halide ion, Cl- ions, but the charge of the cations Na plus, Mg2 plus and Al3 plus. Okay, the higher charge on Al3 plus than on other two Na plus and Mg2 plus renders Al3 plus more capable than the other two in polarizing the anions, chloride ions. Consequently, AlCl3 has highest covalent character and NaCl is the least covalent character. Consider the order of charge. Na plus less than Mg2 plus less than Al3 plus. Okay, higher charge contain Al3 plus. Order of polarizing power, Na plus less than Mg2 plus and Al3 plus. That means the polarizing power is higher in Al3 plus and smaller in Na plus. And the order of anion character greater in NaCl than MgCl2 than AlCl3. Or we can say the covalent character increase in AlCl3 than MgCl2 than NaCl. Okay. Similarly, among the two chloride of lead, namely PbCl2 and PbCl4, the latter having Pb4 plus have much higher covalent character than the former with Pb2 plus. നമ്മൾ PbCl2 PbCl4 കൺസിഡർ ചെയ്യുന്ന സമയത്ത് PbCl2ൽ Pbന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ലെഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ് വരുന്നത്. അതേസമയം PbCl4ൽ ലെഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ് വരുന്നത്. സ്വാഭാവികമായിട്ട് PbCl4ന് ഹൈ കോവലന്റ് ക്യാരക്ടർ ഉണ്ടായിരിക്കും ദാൻ PbCl2. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും PbCl2 ഹയർ ഇൻ ആനിക് ക്യാരക്ടർ ദാൻ PbCl4. Likewise, the anic character of SnCl4 is much less than that of SnCl2. Since the cation SN4 plus in the former has 4 positive charge, while that in SN2 plus in the later has only 2. Okay, that's about the rule number 3. Then next rule number 4. Okay, rule number 4 പറയുന്നത് ഈ സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ഗ്യാസ് കോൺഫിഗറേഷൻ തമ്മിൽ ഡിഫറൻസ് ആയിട്ടാണ് പറയുന്നത്. Okay, rule number 4. Among the cation of the same charge and comparable size that having the pseudo inert gas configuration, that is NS2, NP6 and ND10 with 18 electrons in the outermost shell has higher polarizing power than that with the noble gas configuration NS2, NP6. അപ്പോൾ ഈ സ്യൂഡോ ഗ്യാസ് ഇനേർട്ട് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സെയിം ചാർജും സെയിം സൈസും ഉള്ള കാറ്റയോണെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ കാറ്റയോൺസിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ഹയർ പോളറൈസിംഗ് പവർ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ദാൻ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആയിട്ടുള്ള NS2, NP6-നേക്കാൾ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷന് ഈ ഡി ഇലക്ട്രോൺ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഷീൽഡിംഗ് പവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഔട്ടർ ഇലക്ട്രോൺസിനെ മച്ച് ഫോഴ്സിൽ അട്രാക്ട് ചെയ്യും ന്യൂക്ലിയസ്. പക്ഷേ ഈ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ വരുന്നതിൽ ഈ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഡി ഇലക്ട്രോൺസ് ഈ ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഔട്ടർ ഇലക്ട്രോൺസും ഈ ന്യൂക്ലിയസും നമ്മൾ അട്രാക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് അതിന് പോളറൈസിംഗ് പവറും കുറവായിരിക്കും. എക്സ്പ്ലനേഷൻ നോക്കാം നമുക്ക്. ദ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ദ ന്യൂക്ലിയർ ചാർജ് ഇൻ എ ഇനേർട്ട് ഗ്യാസ് NS2, NP6 configuration is very effective, while that in the pseudo inert gas configuration NS2, NP6, ND10 configuration is very poor. This is due to the fact that the 10d electron in pseudo inert gas type ion will shield its nuclear charge less effectively than S and P electrons. Okay, this is due to the fact that the 10d electrons in pseudo inert gas type ion will shield its nuclear charge less effectively than S and P electrons.
The pseudo inert gas type cation is thus highly polarizing, while the noble gas type cation is very poorly polarizing. Okay, for example, Cu plus Ag plus Au plus, how they have NS2 NP6 ND10 configuration. അപ്പോൾ Cu plus copper plus Ag plus Au plus നെ കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ അതൊക്കെ ഡി ബ്ലോക്ക് മെറ്റൽ ആണ്, അത് ഡി ബ്ലോക്ക് മെറ്റൽ അയോൺസ് ആണ്. അതിൻ്റെയൊക്കെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും NS2 NP6 ND10 കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, കോപ്പർ പ്ലസ് ആണെങ്കിൽ 3s2 3p6 and 3d10, which are very poor at shielding the nuclear charge. So they are highly polarizing and induce high covalent character into bond with anions. Okay, their chloride, for example, CuCl, AgCl and AuCl possess considerably covalent character. Okay, the NS2 NP6 configuration of Na plus, K plus and rubidium plus are rarely effective shielding in the nuclear charge, so that they are poorly polarizing and induce very little covalent character into bond with anions. Their chloride NaCl, KCl, RbCl are highly anionic. അപ്പോൾ CuCl AgCl AuCl ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് കോവലന്റ് ക്യാരക്ടർ ആയിരിക്കും കൂടുതൽ. അതേസമയം NaCl KCl RbCl ഒക്കെ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്, അതിന് ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിന് അയണിക് ക്യാരക്ടർ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുക. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദ ഫജാൻസ് റൂൾസ്.